നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വേണം പറഞ്ഞില്ലേ, അടുത്തേക്ക് വരരുത് വരരുത്. രാജേഷേ വേണ്ട, നീ കത്തി താഴെയിട്. പിന്നെ ഒരു പീറ കോൺസ്റ്റബിൾ ആജ്ഞാപിച്ച ഈ ബ്ലേഡ് രാജേഷ് അനുസരിക്കുന്ന കരുതിയോ? എന്തിനാണ് പോലീസുകാർ അവനെ ഉപദ്രവിക്കുന്നത്? അവനല്ലോ അപകടം ഉണ്ടാക്കിയത്. പ്രതികയുടെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമല്ലേ? അതിപ്പോ പോലീസുകാർക്ക് അറിയില്ലല്ലോ വേണുവേട്ടാ. അതുകൊണ്ടല്ലേ അവരവന് ജാമ്യം പോലും കൊടുക്കാത്തത്. അത് ശരിയാണ്. അങ്ങനെയാണ് പോലീസുകാർ കരുതുന്നെങ്കിലും അവനെ തല്ലുകയോ ഉപദ്രവിക്കേണ്ട കാര്യമില്ലല്ലോ. അപകടങ്ങൾ ദിവസത്രേ നടക്കുന്നത്. അതിന് കാരണക്കാരായവരെ പോലീസുകാർ ഉപദ്രവിക്കുകയാണ് പതിവ്. അതുകൊണ്ട് തന്നെ രാജുവിനെ അവർ ഉപദ്രവിക്കില്ല. നീ വെറുതെ ആദ്യപ്പെടാതിരിക്കേ. എന്തൊക്കെ പറഞ്ഞാലും അവനെ എന്റെ മുമ്പിൽ കാണാതെ എന്റെ നെഞ്ചിടിപ്പും വെപ്രാളവും മാറില്ല. അതെ, രാജുവിനെ ഏത് വിധനെയും പുറത്തിറക്കുമെന്ന് ഉറപ്പ് വന്നിട്ടല്ലേ പ്രതീകമോട് പോയിരിക്കുന്നത്. കൂടെ രമ്യുണ്ടല്ലോ. പറഞ്ഞതുപോലെ അവരെങ്ങനെയെങ്കിലും രാജുവിനെ പുറത്തു കൊണ്ടുവരും. കോടതിയിൽ ഹാജരാക്കാതെ രാജുവിന് ജാമ്യം കൊടുക്കാൻ പറ്റില്ലെന്നാണല്ലോ വേണുവേട്ടനോട് ആ SI പറഞ്ഞത്. എന്നോട് അയാൾ അങ്ങനെ തന്നെയാ പറഞ്ഞത്. ആ സ്ഥിതിക്ക് പ്രതികമോള് രമ്യം പോയാ ആ SI സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കൊടുത്ത് രാജുവിനെ പുറത്തു വിടുവോ? എടി, സ്റ്റേഷനിലേക്ക് പോയവര് നമ്മളെപ്പോലെ കേൾപ്പോരും കേൾവിയും ഒന്നും ഇല്ലാത്തവരല്ല. പ്രതികാര മന്ത്രിയുടെ മോളല്ലേ? ആ പരിഗണന SI മോളോട് കാണിക്കാതിരിക്കില്ല. അച്ഛനെ കൊണ്ട് സ്റ്റേഷനെ വിളിച്ചു പറയിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന ആ കുട്ടിക്ക് അച്ഛന്റെ സ്വാധീനം ഉപയോഗിക്കാൻ സാധിക്കുമോ? എന്തോ എനിക്കത്ര പ്രതീക്ഷയൊന്നും തോന്നില്ല വേണോട്ടാ. എടി, ഒന്നും കാണാതെ ഏതായാലും ഹൃതിക രാജുവിനെ പുറത്തിറക്കാമെന്ന് നമുക്ക് ഉറപ്പ് തരില്ലല്ലോ. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ആ കുട്ടി രാജുവിനെ പുറത്തിറക്കാനുള്ള എന്തോ ഒരു മാർഗം വ്യക്തമായി മനസ്സിൽ കണ്ടിട്ടുണ്ട്. എന്റെ ശ്രീ പരമേശ്വര, എന്റെ മോനെ എത്രയും പെട്ടെന്ന് ഈ പരീക്ഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. രാജുവിനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കാൻ പ്രതിയോമോളെ അവിടുന്ന് സഹായിക്കണേ. രാധേ, പ്രതീക്ഷ കൈവിടാതിരിക്കേ. പ്രതികയും രമ്യയും രാജുവിനെ കൊണ്ടുവരും. ഇവിടെ ആരും ഇല്ലടാ എനിക്കൊരു ചിക്കൻ ഫ്രൈ കൊണ്ടുതരാൻ. ചേട്ടാ, ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു കഴിച്ചോ. കാശിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. രാജേഷിന്റെ പോക്കറ്റില്ലേ ലക്ഷങ്ങളുണ്ട്. ലക്ഷങ്ങൾ ഒരു കാറിന്റെ മുമ്പിൽ വീണ ലക്ഷങ്ങൾ കിട്ടുമെന്നറിയാൻ ഞാൻ വൈകിപ്പോയി. ഈ രാജേഷ് ഇത് എവിടെ പോയി കിടക്കുക? വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ആ ഇരുതല കോളനിയിലെ രാജേഷ് ഇവിടെ ഉണ്ടോ? ആര്? ബ്ലേഡ് രാജേഷോ? ആ, അവൻ തന്നെ. ആ, അവൻ ആ ടേബിളില് അവനോട് ഉണ്ടായിരുന്നല്ലോ. എവിടെ പോയോ? നിന്നെ പോലീസുകാരെ ഒന്ന് അന്വേഷിക്കാം. കണ്ടില്ലേ, ഇത്രയും നേരം അവൻ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം. നമ്മളെ കണ്ടിട്ട് അവൻ ഇവിടുന്ന് ഓടിയതായിരിക്കോ? അങ്ങനെ ആവാനാണ് സാധ്യത. ഏയ്, അതൊന്നും ആവില്ല. അവനെ ഇവിടെ എവിടെയെങ്കിലും തന്നെ മറിഞ്ഞിരിക്കുന്നുണ്ടാവും. എടാ ബ്ലേഡ് രാജേഷേ, മര്യാദക്ക് ഇറങ്ങി വരുന്നോ നിനക്ക് നല്ലത്. ഈ രമ്യ ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. നിങ്ങൾ കാരണം ഒരു പാവം ചെറുപ്പക്കാരന്റെ ഇപ്പൊ ജയിലില്ല. ഞാൻ നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം. പ്ലീസ്, ഞങ്ങൾ കൂടെ ഒന്ന് സ്റ്റേഷൻ വരെ വരണം. ഇങ്ങനെ പറഞ്ഞാലൊന്നും അവൻ വരാൻ പോകുന്നില്ല. ലതിക, സകല അടവും പഠിച്ച ഫ്രോഡല്ലേ അവൻ. വാ, നമുക്ക് ഈ പരിസരത്തെല്ലാം തരാം.
രമ്യ, ദേ അവൻ ഓടുന്നു. രാജേഷ് അവിടെ. ഏയ്, ദേ, വേണ്ട വേണം പറഞ്ഞില്ലേ, അടുത്തേക്ക് വരരുത് വരരുത്. രാജേഷേ വേണ്ട, നീ കത്തി താഴെയിട്. പിന്നെ ഒരു പീറ കോൺസ്റ്റബിൾ ആജ്ഞാപിച്ച ഈ ബ്ലേഡ് രാജേഷ് അനുസരിക്കുന്ന കരുതിയോ? ജീവൻ വേണമെങ്കിൽ ഇവിടുന്ന് പൊയ്ക്കോ, അതാ നിങ്ങൾക്ക് നല്ലത്. പോകാനാ പറഞ്ഞേ. നീ എന്നെ വിടാൻ. നടക്കണം അങ്ങോട്ട്. ആക്സിഡന്റ് കേസോ? വിടണ്ട. വണ്ടി ഓടിച്ച ആളെ നൈസായിട്ടെങ്കിലും കൂട്ടിക്കൊണ്ട് പോരെ. ഓഹോ, പെണ്ണാണെങ്കിൽ പെരുത്ത് സന്തോഷം. പെട്ടെന്നങ്ങ് പേടിച്ചോളൂ. സ്വർണവോ പണവോ എന്താണെന്ന് വെച്ചാ വാരി കോരി ചുരിയും. എന്താടി ഇത്? സ്ത്രീകളോട് ഒരല്പം കൂടി ബഹുമാനത്തോടെ പെരുമാറണം സാർ. ആരായാള്? ഒരു കേസിലെ പ്രതിയാ, സാറിന്റെ മുന്നിൽ ഹാജരാക്കിയതാ. പ്രതിയോ? ഏത് കേസിലെ പ്രതി? രാജുവിന്റെ ആക്സിഡന്റ് കേസാണ് സർ. രാജു ഓടിച്ച കാർ ഇടിച്ചെന്നും മരിച്ചെന്നും ഒക്കെ പറയുന്ന രാജേഷ ഈ നിൽക്കുന്നത്. സാറിനൊരു പക്ഷേ മുഖപരിചയം ഉണ്ടാവില്ല. രാജുവിനെ കേസിൽ കൊടുക്കാൻ കാശ് വാങ്ങി കീശയിലോട്ടിട്ടപ്പോ ചുരുങ്ങിയ പക്ഷേ ആക്സിഡന്റ് പറ്റിയെന്ന് അവകാശപ്പെട്ട ആളുടെ ഫോട്ടോ എങ്കിലും വാങ്ങിച്ച് കാണണമായിരുന്നു സാർ. അതെടി, ഞാൻ രാജുവിനെ കൊടുക്കാൻ കാശ് വാങ്ങി കീശയിലിട്ടത് തന്നെയാ, ഒരു സംശയവും വേണ്ട. നിനക്കൊന്നും എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. നിനക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് കാണണം. ഈ സ്റ്റേഷനിൽ എസ് ഐ ഞാന്. ഇവിടെ ആരാ പ്രതി ആരാ വാദി എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഈ ഞാനൊരു ചുവപ്പ് നാടയിട്ടൊരു ഫയൽ മുറുക്കിയ അതൊരു തന്റെ കഴുത്തിൽ വീണ കുരുക്ക് തന്നെയാ. അതിനു മുകളിൽ അന്വേഷണം നടത്താൻ നീയൊക്കെ ആരാ? CBI-യോ അതോ എൻഫോഴ്സ്മെന്റോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.